ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്നേക്ക് 180 ദിവസം, അതായത് 6 മാസം പൂർത്തിയാകുന്നു. ഇന്ന് ശ്രീമന്നാരായണീയം 18ാമത്തെ ദശകം ആരംഭിക്കുകയാണ്. പൃഥുചരിത്രം എന്ന് പേര് നൽകിയിട്ടുള്ള ഈ ദശകം സംസ്കൃത ഭാഷയിലെ പ്രഹരിഷിണി എന്ന ആ വൃത്തത്തിലൂടെയാണ് വട്ടേരിപ്പാട് ഭഗവാനെ സമർപ്പിച്ചത്. ആദ്യത്തെ 3 ശ്ലോകം കൊണ്ട് വേനന്റെ കഥയും പിന്നീട് 4ാമത്തെ ശ്ലോകത്തിൽ പൃഥുവായി ഭഗവാൻ അവതരിച്ചു എന്നും പറയുന്ന ഈ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ഇപ്പോൾ നമ്മൾ ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വീണ്ടും ഒരിക്കൽ കൂടി മനനമായി ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലി തുടർന്ന് ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം പാടി സമർപ്പിക്കാം. ദശകം 18 പൃഥുചരിതം. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേരംഗസ്യ വ്യജനി സുതഃ സവേന നാമാം യദ്ദോഷവ്യഥിതമതി സ രാജവര്യസ്ത്വത്പാദേ നിഹിതമനാ വനം ഗതോ ഭൂൽ. വ്യജനി വി അജനി വൈപരീത്യേന ജനിച്ചു എന്നാണ്. ഭക്തോത്തമനായ ധ്രുവന്റെ വംശത്തിൽ ഇങ്ങനെ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാള്
ഈശ്വരവിശ്വാസമില്ലാത്ത നാസ്തികനായ ഒരാൾ വന്നു പിറന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? വിധി വൈപരീത്യം എന്നാണ് അതിന് പറയുക. ധ്രുവകുലേ ഏവാ ജാതസ്യ തുംഗകീർത്തേ അംഗസ്യ വേനനാമാസ സുത വ്യജനി. ധ്രുവന്റെ തന്നെ കുലത്തിൽ, ധ്രുവകുലേ ഏവ, ധ്രുവന്റെ തന്നെ കുലത്തിൽ എന്ന് പറയുമ്പോൾ ധ്രുവന്റെ കുലത്തിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുകൂടി ഭംഗ്യന്തരേണ അവിടെ സൂചിപ്പിച്ചേക്കാണ്. പിറന്ന ജാതസ്യ, വളരെ പ്രസിദ്ധനായ അംഗരാജാവിന്, തുംഗകീർത്തേ അംഗസ്യ വേനനാമ സ സുത, വേനൻ എന്നു പേരിലുള്ള ആ മകൻ വ്യജനി ഉണ്ടായി. ധ്രുവന്റെ കുലത്തിൽ അംഗരാജാവ്, അംഗരാജാവിന്റെ പുത്രനായി വേനൻ. യദ്ദോഷവ്യഥിതമതി, ഏതൊരു മകന്റെ ദോഷം കൊണ്ട് മനസ്സ് വേദനിച്ച രാജവര്യ, ആ രാജവര്യൻ, ആ രാജശ്രേഷ്ഠൻ, തുംഗകീർത്തിയായിരിക്കുന്ന അംഗരാജാവ്, ത്വൽപാദേ നിഹിതമനാഹ, അവിടുത്തെ പാദപത്മങ്ങളിൽ മനസ്സർപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ് രാജകീയമായ സുഖസൗകര്യങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് അദ്ദേഹം വനം ഗത അഭൂത്, വനത്തിലേക്ക് പോയി, കാട്ടിലേക്ക് പോയി. ദുഃഖനിവാരണത്തിന് നമുക്കുള്ള വഴി എന്താണ്? ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുക, ഭഗവാനിൽ അർപ്പിക്കുക മനസ്സിനെ എന്നാണ്. അപ്പൊ മനസ്സിനെ ഭഗവാനിലേക്ക് അർപ്പിച്ചാൽ കളഭം തരാം, നിനക്കൻ മനസ്സും തരാം. ആനന്ദത്തിലിരിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് സാധിക്കില്ല. എന്നാൽ ദുഃഖാവസ്ഥയിൽ മനസ്സ് വല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പിടിച്ചുകെട്ടാൻ ഭഗവാന്റെ പാദാരവിന്ദങ്ങൾക്ക് ശക്തിയുള്ളൂ. അവിടെയാണ് പിടിച്ചുകെട്ടേണ്ടത്. ഭക്തിസൂത്രം കൊണ്ട് പിടിച്ചുകെട്ടണം എന്നാണ്. അപ്പോ അങ്ങനെ അദ്ദേഹം ഭക്തനായി കാട്ടിലേക്ക് പോയി. ഒരിക്കൽ കൂടി നമുക്ക് ആ ശ്ലോകം സ്മരിക്കാം. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേരംഗസ്യ വ്യജനി സുത സവേന നാമാ യദ്ദോഷവ്യഥിതമതി സ രാജവര്യസ്ത്വത്പാദേ നിഹിതമനാ വനം ഗതോഭൂത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ മലയാള പരിഭാഷ വജ്ജിപ്പാട്ടിൻ്റെ ഈണത്തിൽ ശ്രീഹരിയം ആയി ഒരു നിഴൽ നാരായണീയം എന്നുള്ള രീതിയിൽ നമുക്ക് പാടി സമർപ്പിക്കാം. നാരായണ 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 രാധാ ഗോവിന്ദ. ധ്രുവൻ തൻ്റെ കുലത്തിങ്കൽ അംഗരാജപുത്രനായി ദുഷ്ടനായ വേനനെന്ന കുമാരനുണ്ടായി. മകൻ തൻ്റെ ദുഷ്ടതയാൽ മനം നൊന്ത രാജശ്രേഷ്ഠൻ ഭഗവത് പാദങ്ങൾ തേടി കാട്ടിലേക്കു പോയി. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു.